പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഹസ്തദാനം നൽകുന്ന വീഡിയോയും ചിത്രവുമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. സ്പീക്കറായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഓം ബിർളയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഇരുവരും പരസ്പരം കൈകൊടുത്തത്. അപൂർവ കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. രാഹുൽ ഗാന്ധിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മോദിയും BJPയും ഇപ്പോൾ അദ്ദേഹത്തിന് കൈകൊടുക്കുന്ന നിലയിൽ എത്തിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരാണ് രാഹുൽ എന്ന് ചോദിച്ച് മോദി പരിഹസിച്ചിരുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കോൺ രാഹുൽ എന്ന ചോദ്യത്തിന് രാഹുൽ ചിരിക്കുന്നതും കാണാമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ രാഹുലും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തുനിന്ന് മോദിയെ ഇരുവരും നോക്കുന്നതിന്റെ വീഡിയോയും പങ്കുവച്ചു. പിന്നീട് നിരവധി പേരാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത്. കോൺ ഹേ രാഹുൽ എന്ന് ചോദിച്ചത്. കോൺ ഹേ രാഹുൽ എന്ന് ചോദിച്ച മോദിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് രാഹുൽ എന്ന്. മോദിക്കൊപ്പം സ്പീക്കർ ആനയിച്ച് രാഹുൽ ഗാന്ധി എന്നായിരുന്നു MLA സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. അതിനു കാരണം പ്രതിപക്ഷ നേതാവിനെ നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യമായ സീറ്റുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നേടിയില്ല എന്നതായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ കോൺഗ്രസ് നേടുകയും ഏതാനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്തുണ കൊടുക്കുകയും ചെയ്തതോടെ 100-ലേറെ അംഗങ്ങൾ കോൺഗ്രസിനുണ്ട്. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നാം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരായിരുന്നു രാഹുലിന് മുമ്പ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഗാന്ധി കുടുംബാംഗങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവി കൂടി ലഭിച്ചതോടെ മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് അതിശക്തമായ പ്രതിപക്ഷ സഖ്യമാകാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യ ചുവടുവെപ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു.